ഇന്ന് അഫ്ഗാനിസ്ഥാനിലുണ്ടായ അതിതീവ്ര ഭൂചലനത്തിൽ 800 പേർ മരിച്ചു. 2000-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക്. മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യ 15 ടൺ ഭക്ഷണ സാധനങ്ങൾ കാബൂളിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ തത്സമയം ചെന്നു. ജിഷ്ണു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN, ഇന്നലെ രാത്രി 11:47 കിഴക്കൻ അഫ്ഗാനിസ്ഥാനെ കിടിലം കൊള്ളിച്ചുകൊണ്ടുള്ള റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടാകുന്നത്. ഈ ഭൂചലനത്തിൽ 800 പേർ മരിച്ചു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. 2800ഓളം പേർക്ക് പരിക്കേറ്റു. അതിദാരുണമായ അവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. വാവിട്ട് കരയുന്ന കുട്ടികളെയും സ്ത്രീകളെയുമാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഏറ്റവും അത്യാവശ്യമായി ഇപ്പോൾ ആവശ്യമുള്ളത് ആശുപത്രി സംവിധാനങ്ങൾ, അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, ആവശ്യമായ ഭക്ഷണവും ശുദ്ധമായ ജലവുമാണ്. ഇതൊന്നും ഇത്തരം അവശ്യ സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ ലഭ്യമല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഞായറാഴ്ച രാത്രി 11:47 ഉണ്ടായ ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഈ ഭൂചലനത്തിൻ്റെ ആഘാതം ഇത്രയും വർദ്ധിപ്പിക്കുന്നത് എന്നതാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. 8 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ആഴമായി തോന്നാമെങ്കിലും 8 കിലോമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് നിൽക്കുന്ന ആഴം മാത്രമായാണ് വിദഗ്ധർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, അതിനുശേഷം ഏകദേശം 13ഓളം തുടർചലനങ്ങളും ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞ് 4.5 തീവ്രതയുള്ള ഒരു ഭൂചലനം ഉണ്ടാകുന്നു. ശേഷം 4.3, 5.2 തീവ്രതകളുള്ള മറ്റു ഭൂചലനങ്ങളും ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് നങ്കർഹർ, അതുപോലെ ജലാലാബാദ്, ബസവുൾ എന്നീ മേഖലകളിലാണ് ഈ ആഘാതം അതിശക്തമായുള്ളത്. ബസവുൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച്. അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റലായ, അവിടുത്തെ തലസ്ഥാനമായ കാബൂളിൽ നിന്നും കേവലം 150 കിലോമീറ്റർ മാത്രം മാറിയിരിക്കുന്ന ഒരു നഗരമാണ് ജലാലാബാദ് എന്ന് പറയുന്നത്. ജലാലാബാദ് പാകിസ്ഥാനുമായി അടുത്ത് നിൽക്കുന്ന, പാകിസ്ഥാൻ അതിർത്തിയുമായി അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അതൊരു വ്യാവസായിക കേന്ദ്രമാണ്. 3 ലക്ഷത്തോളം ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് എന്നത് വളരെ പ്രധാനമാണ്. അതുമാത്രമല്ല, 2015 ശേഷം സംഭവിക്കുന്ന ഏറ്റവും തീവ്രതയുള്ള ഒരു ഭൂചലനമാണിത് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് നമ്മൾ ഇപ്പോൾ കണക്കാക്കേണ്ടത്. SKN. ഓക്കെ, താങ്ക് യു ജിഷ്ണു രവീന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.